ഒരു കുർബാനയ്ക്കായി ദാഹിക്കുന്ന കൊച്ചു ഗ്രാമം. ഒരു വർഷം മുൻപാണ് ഇവർക്ക് ഇവിടെ അവസാന കുർബാന ലഭിച്ചത്. ബത്തേരത്തല ഇടവകയോട് പുതുതായി ചേർക്കപ്പെട്ട 5 പള്ളികളിൽ ഒന്നാണ് അനിവുറാന് ഗ്രാമത്തിലെ ഫാത്തിമമാത ദേവാലയം. ഇതിനെ ഒരു ദേവാലയം എന്ന് വിളിക്കാമോ? 20 കിലോമീറ്റർ അകലെയുള്ള മച്ചിക്കാപ്പി ഗ്രാമത്തിൽ നമുക്ക് പള്ളിയുണ്ട്. അവിടെ നിന്നും പിന്നെയും 10 കിലോമീറ്റർ അകലെയുള്ള ഫാത്തിമ മാതാവിൻ്റെ ദേവാലയത്തിൽ എത്താനുള്ള വാഹനം വഞ്ചിയാണ്. ഇവിടെ 3 നദികൾ ഒരുമിച്ച് ചേരുന്നു. പുതിയ സ്ഥലമാണ്. ഗ്രാമക്കാർ വഞ്ചി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ 5 വരെ വഹിക്കാനുള്ള കഴിവേ വഞ്ചിക്കുള്ളൂ. മാത്രമല്ല അനങ്ങാതെ അവിടം വരെ ഇരിക്കണം. അതുകൊണ്ട് അല്പം മടിയുമുണ്ട്. നദിക്കരയിൽ സംശയിച്ചു നിൽക്കുമ്പോൾ ഒരു അപരിചിതൻ ദൈവദൂതനായി വന്ന് പറഞ്ഞു, അവരുടെ ബോട്ട് അനിവുറാന് ഗ്രാമത്തിൻ്റെ അരികിൽ ഞാങ്ങണ ശേഖരിക്കുവാൻ പോകുന്നുണ്ട്. സൗജന്യമായി ഞങ്ങളെ കൊണ്ടുപോകാനും വൈകിട്ട് തിരികെ എത്തിക്കുവാനും അവർ തയ്യാറാണ്. തമ്പുരാൻ കനിഞ്ഞു. മാതാവ് മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടാകും. രാവിലെ 6 മണിക്ക് യാത്ര തിരിച്ച് ഞങ്ങൾ 9:30 പീഡകളില്ലാതെ തന്നെ ലക്ഷ്യത്തിലെത്തി. അനിവുറാന് എന്ന് വെച്ചാൽ വെള്ളത്തിന് മധ്യത്തിലുള്ളത് എന്നാണ് അർത്ഥം. ധാരാളം മത്സ്യങ്ങളുള്ള ഗ്രാമം. 2000-ൽ ആശ്രവദിക്കപ്പെട്ട ഇവരുടെ പള്ളിയുടെ ചുമരെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2022 ഡിസംബറിലാണ് ഒരു അച്ഛൻ ഇവിടെ അവസാനം വന്നത്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസം നൽകുവാൻ പോലും അച്ഛന്മാരെ ലഭിക്കാറില്ല. അവിടെ സന്ദർശനത്തിനെത്തുന്നത് വല്ലപ്പോഴുമുള്ള കൊള്ളക്കാരാണ്. സാഹചര്യങ്ങൾ കൊണ്ട് മങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ തീഷ്ണത അവിടെ കണ്ടു. അതുകൊണ്ട് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാനും വെഞ്ചരിക്കുവാനും ഞങ്ങൾ സമയം കണ്ടെത്തി. ജനം സന്തോഷചിത്തരായി. ആദ്യമായി കാണുന്നതാണെങ്കിലും വലിയവർക്കോ കുട്ടികൾക്കോ യാതൊരു അപരിചിതത്വവുമില്ല. പള്ളിക്കകത്ത് അത്യാവശ്യം സാമഗ്രികളുണ്ട്. ചുമരിൽ ഫാത്തിമ മാതാവിൻ്റെ ചിത്രം ആരോ വരച്ചു ചേർത്തിട്ടുണ്ട്. എണ്ണത്തിൽ അധികമില്ലെങ്കിലും ചിലർ 5-8 കിലോമീറ്റർ നടന്നാണ് കുർബാനയ്ക്കെത്തിയത്. ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ പുഴക്കരികിൽ അവർ ഞങ്ങളെ കൊണ്ടുവന്നാക്കി. ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ബോട്ട് വരുന്നത് വരെ കിടന്ന് വിശ്രമിക്കുവാൻ അവിടെ മരത്തണയിൽ പായയും അവർ വിരിച്ചിരുന്നു. 1 മണിക്കൂർ കാത്തിരുന്നപ്പോഴേക്കും അടുത്ത ആശ്വാസത്തിന് വക നൽകിക്കൊണ്ട് ബോട്ട് ഒഴുക്കിനെതിരെ കയറി വരുന്നത് കണ്ടു. ഒരു സ്വപ്നം കണ്ടു ഉണർന്നതുപോലെ വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ ഞങ്ങൾ ബത്തേരത്തലയിൽ തിരിച്ചെത്തി. അഹ്റാന്റെ താടിയിൽ കൂടെ ഒലിച്ചിറങ്ങിയ അഭിഷേക തൈലം പോലെ ഉച്ചയ്ക്ക് 40 ഡിഗ്രിയിൽ ശരീരവും വസ്ത്രങ്ങളും വിയർപ്പിൽ കുളിച്ചെങ്കിലും രാത്രി അനുഗ്രഹമഴ വർഷിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും വന്ന മേഘങ്ങൾ ഞങ്ങളോട് കനിവ് കാണിച്ചു. തമ്പുരാന് നന്ദി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.